ഡിയേഴ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ വെക്കേഷനിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അന്നെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മൈസൂരിലേക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേഡീസ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിതാ വൈകിട്ട് രാത്രി ഒരു 1 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മൈസൂരിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫ്രഷ് ആവലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഈ ഒരു ടൈമിൽ അവിടെ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് അവിടേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട്. നമ്മളങ്ങനെ ഓരോന്ന് വാങ്ങിക്കാനൊക്കെ അവരിങ്ങനെ പറയണൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് ചെയ്തത്. ഡ്രീംസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ ലേഡീസ് ഒരു 10-20 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അടിച്ച് പൊളിച്ചിട്ടുള്ളൊരു യാത്ര ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഒരു ചർച്ചിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ പ്രയർ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം അവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് കണ്ട് അതിന് ശേഷം നമ്മൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചർച്ചിൻ്റെ അകത്ത് കയറുന്നത്. ചർച്ചിൻ്റെ അകത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉള്ളത് എന്താണെന്നൊക്കെ ഒന്ന് കണ്ടു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ അതിന് പുറത്ത് നിന്നിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണിത്. അപ്പോൾ നല്ലൊരു വെയിലുള്ള ടൈമാണ്. ഏകദേശം ഒരു 11 മണി 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പും ഗ്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ ഞങ്ങളുടെ കോർഡിനേറ്റർ പ്രിൻസി എഴുതിയിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ അതിങ്ങനെ കേട്ടിട്ട് ഞങ്ങളെല്ലാവരും ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ വണ്ടിയിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഗായകരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഇത്രയും പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുന്നവരൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരുടെ കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റി. ഇവർ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. സൂറാബിത്താത്ത എന്നാണ് അവരുടെ പേര്. അവർ നല്ല രീതിയിലൊക്കെ പാടുന്നുണ്ട്. വേറെയും കുറേ പേര് അതിൽ പാടുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി പോകുന്നത് ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ടിപ്പുവിൻ്റെ പാലസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ മൈസൂരിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മൈസൂർ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഒരുപാട് ഫ്രണ്ട്സും നമുക്ക് കിട്ടും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു യാത്ര പുറപ്പെട്ടത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ വീട്ടിലാക്കാനും അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് പേടി തോന്നിയില്ല. ക്ലാസ്സും കാര്യങ്ങളും മിസ്സാവുന്നൊന്നും വിചാരിക്കാനും ഉണ്ടായില്ല. അപ്പോൾ
ഏതായാലും 2 ദിവസമല്ലേ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെയാണ് പോയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പോയ ഫ്രണ്ട്സുകളും തമ്മിൽ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ടൈപ്പ് ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോറിംഗ് ഒന്നും ഇല്ലാതെ 2 ദിവസം നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റി. പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നന്നായി നീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഒരു പ്രത്യേക വൃത്തിയിൽ തന്നെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അകത്ത് കയറിയപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുത്തില്ല. കുറച്ച് സമയം അവിടെയൊക്കെ നടന്ന് കണ്ടു. ആ മ്യൂസിയത്തിൻ്റെ അകത്ത് നിന്നിട്ടുള്ള അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പല ഐറ്റംസും ഉണ്ടല്ലോ, അതെല്ലാം കണ്ട് അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു, കുറേ സംസാരിച്ചു, സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണിപ്പോൾ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ലഞ്ച് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് വൃന്ദാവൻ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കുറച്ചധികം സമയം തന്നെ ഉണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. എത്ര സമയം നടന്ന് കണ്ടാലും നമുക്ക് മതിയാവുന്നില്ല അങ്ങനെ. അപ്പോൾ നല്ല ഒരു കുറച്ച് വെയിലായ ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊന്ന് വെയിൽ ആറിയതിന് ശേഷം നമ്മൾക്ക് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സൈഡിൽ ഇതുപോലെ റെസ്റ്റിങ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ ലേഡീസ് മാത്രമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും. പിന്നെ കുട്ടികളൊന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവരെ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ നോക്കിയിട്ട് അങ്ങനെ പോയാലും മതിയാകും. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടയ്ക്കിടയ്ക്ക് ഓരോ യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മളെ മൈൻഡും നമ്മളും ഒക്കെ നന്നായിട്ടൊന്ന് റിലാക്സ് ആവുന്നത്. അപ്പം എപ്പോഴും വീട്ടിലുള്ള ഓരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലുള്ള ഒരു യാത്രകളൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു വൈബും ഒക്കെയാണ് ഫ്രണ്ട്സിനോടൊത്തിട്ടുള്ള യാത്രകളൊക്കെ. അത് പോയാൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഓരോ അനുഭവങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ ഇതാ കുറച്ച് സമയം ഞങ്ങൾ റിലാക്സ് ചെയ്തതിന് ശേഷം വെയിലൊന്ന് ഒതുങ്ങി. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക സാവധാനം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഓരോ ഭാഗങ്ങളിലായിട്ടായിട്ട് ഇങ്ങനെ കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ യാത്ര ക്ഷീണം ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടും ഒരുപാട് സമയം ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ കണ്ടാലും മതിയാവും തോന്നുന്നില്ല, അത്രക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ലേഡീസ് ട്രിപ്പ് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ലൈറ്റിടുന്ന ഒരു സംഭവമുണ്ട് ഗാർഡനകത്ത്. ഒരു ലൈറ്റും മ്യൂസിക്കും അതുപോലെ വെള്ളത്തിൻ്റെ ഒരു ഡാൻസും വാട്ടർ ഡാൻസും ഒക്കെ കൂടിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഈ ഒരു പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴാണ് ആ ഒരു ലൈറ്റ് ഇടുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ലേഡീസ് ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രീംസ്കേപ്പിൻ്റെ കൂടെ പോകാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പോയിട്ട് നല്ല ഒരു കുഴപ്പം കൂടാതെ അടിച്ച് പൊളിച്ച് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. പ്രിൻസി ഷമീറും ഷീന കബീറും ആണ് ഈ ഒരു ഡ്രീംസ്കേപ്പിൻ്റെ കോർഡിനേറ്റർമാർ കേട്ടോ. അങ്ങനെ അതൊക്കെ കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അവിടുന്ന് ഫ്രഷായി ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതലുള്ള വീഡിയോ ആണ് ഇനി കാണുന്നത്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ഡ്രസ്സ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഇതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ സിംഗിൾ റൂമും അതുപോലെ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള റൂമുകളൊക്കെ അവൈലബിൾ ആണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇവരുടെ തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് അവർ കൊണ്ടുവന്ന് തരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോഴേക്കും നമ്മൾ വീഡിയോ എടുക്കൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അന്നത്തെ ദിവസം മസാല ദോശ, സാമ്പാർ, ചട്നി അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഒതുക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അതാ അവിടുന്ന് ഞങ്ങൾ പിന്നെ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് മൈസൂർ പാലസ് കാണുന്നതിന് വേണ്ടിയായിരുന്നു കേട്ടോ.
അങ്ങനെ ഇപ്പോൾ നമ്മൾ പാലസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഷൂ ഒക്കെ റിമൂവ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്കത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ അവർ സ്കാൻ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളുടെ ബാഗൊക്കെ ഒന്ന് സ്കാൻ ചെയ്യാണ്. അപ്പോൾ ഇത് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ നമ്മൾക്ക് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇതിൻ്റെ വാൾപേപ്പറിൽ വാളിലൊക്കെ നല്ല രീതിയിൽ അവർ പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫ്ലോറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലുള്ള ടൈലും ഒക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പാലസ് ആണല്ലോ, എന്നിട്ടും ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ അവർ ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മൈസൂർ പാലസ് കാണുന്നത്. അപ്പോൾ എനിക്ക് പാലസ് കാണണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മൈസൂർക്ക് എന്തായാലും ഒരു തവണ പോകണം, അത് കാണണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു യാത്രയിലൂടെ അതൊക്കെ സാധിച്ചു. ഇതിനകത്തുള്ള ആ ഒരു ലൈറ്റിൻ്റെ കാരണം നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഷെയ്ഡൊക്കെ ഉണ്ട്, പിന്നെ ക്ലിയറും കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഇത് അവരുടെ മ്യൂസിയത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും മറ്റൊക്കെ കാണാനായി പറ്റി. ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് നമുക്ക് കുറേ നേരം അവിടെ നിന്ന് നോക്കി കാണാൻ തോന്നും കേട്ടോ. ഒരിക്കൽ കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നുണ്ട്. ഈ ഒരു പാലസ് അത്രയും അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇത് കാണുന്നതിൻ്റെ മുകളിലുള്ള റൂഫിൻ്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ ഡോറ്, അതുപോലെ തന്നെ ഫ്ലോറ് എല്ലാം നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാനും അതുപോലെ വീണ്ടും വീണ്ടും കാണാനൊക്കെ തോന്നുന്നതാണ്. അവരുടെ ചെയറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മുഴുവനായിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങളിതാ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിന് മുന്നേ പല സ്ഥലങ്ങളിലും ഇതുപോലെ നിർത്തുമ്പോൾ അവിടെയൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഓരോന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വളകൾ, മാലകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലത് ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോരുത്തരങ്ങനെ നോക്കി വാങ്ങിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ ഞങ്ങൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വീണ്ടും വണ്ടിയിലേക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നമ്മൾക്ക് നമ്മളുടേതായ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഫുഡൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ചാമുണ്ടിയിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സമയമൊക്കെ നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്നും പോരാതെ കുറച്ച് ഷോപ്പിങ്ങിന് ഉള്ള ടൈം ഉണ്ടായിരുന്നു. അതുപോലെ കുറേ സാധനങ്ങളും കണ്ടു. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് ചിലരൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര തുടരുകയാണ്. വയനാട് ചുരം വഴി അങ്ങനെയാണല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരുപാട് വൈകിട്ട് അത് തന്നെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് ആ ടൈം ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തണം. അവിടെ ഒരു ഇതുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തിയിട്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഇതിനിടയിൽ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.